നമസ്കാരം. അതെ, നമ്മുടെ വീടിൻ്റെ പുറകിലൊരു സംഭവമാണ്, ഞാൻ കാണിച്ചു തരാമേ. എല്ലായിടത്തും എപ്പോഴും കാണാൻ കഴിയുന്നൊരു സംഭവമല്ല ഇത്. നമ്മുടെ ചേനപ്പൂ വീട്ടിൻ്റെ പുറകു സൈഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് യാദൃച്ഛികമായിട്ട് കണ്ടൊരു സാധനമാണ്. പൂർണ്ണമായും വിരിഞ്ഞതല്ല. അപ്പോഴും തന്നെ ഞാൻ കണ്ടപാടെ തന്നെ ഒരു പാത്രമായിട്ടങ്ങ് കമിഴ്ത്തി. കാരണം മറ്റു വണ്ടികളോ ഈച്ചകളോ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മുമ്മയാണ് ഓർമ്മ വന്നത്. ഇത് കുഞ്ഞനാളിൽ അവരിത് മുറിച്ചിട്ട് തോരൻ വയ്ക്കുന്നൊരു സംവിധാനമുണ്ട്. അന്നൊക്കെ ഇത് പയറൊക്കെ ഇട്ടിട്ട് സുന്ദരമായിട്ട് തോരൻ വയ്ക്കുമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. എന്നാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ കാലത്ത് ഇത് ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവമല്ല. മുമ്പ് കാലങ്ങളിലൊക്കെ ഇത് പൂത്തു നിൽക്കുന്നതൊക്കെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ എന്തായാലും ഇന്ന് ആ ഒരു ഓർമ്മ ഒന്ന് പുതുക്കാമെന്ന് വിചാരിച്ച്. ഇതിന് പ്രത്യേകിച്ച് കരവിരുതൊന്നുമില്ല, എന്നാലും ആഗ്രഹമല്ലേ, എന്നാൽ കഴിയുന്ന രീതിയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒരു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ ഡിഗ്രി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലെന്ന്, എന്തും നേരിടാനുള്ളൊരു മനസ്സ് മാത്രം മതി. എന്തായാലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത്. എന്ത് ഭംഗിയാണെന്നറിയോ ഈ പൂ. ഓരോ സെക്ഷനും കാണുമ്പോഴത്തേക്കും നല്ല രസകരമായിട്ടുള്ള കളറുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ നോക്കി എന്ത് നല്ല രസമെന്നറിയോ. പക്ഷേ ഇത് ചീഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആർക്കും നിൽക്കാനൊന്നും കഴിയത്തില്ല. അത്രയ്ക്ക് സ്മെല്ലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പണ്ട് ചേനത്തണ്ടും ചേമ്പൻ തണ്ടും ഒക്കെ കറി വെച്ച് കഴിക്കുന്ന കാലത്ത് ഈ പറയുന്ന സാധനമൊക്കെ വളരെ പൊന്നും വിലയായിരുന്നേ. അതുകൊണ്ട് ഇതിൻ്റെ തൊലിയോ മറ്റു കാര്യങ്ങളൊന്നും കളയുന്നില്ല. എല്ലാം കുനാന്നരിഞ്ഞ് ഇതെല്ലാം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതാരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന സാധനമല്ല കേട്ടോ. ഇതിനായി ഒരു ചെറിയൊരു സവാളയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ ചെറിയ ഉള്ളി തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചത്. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. ചെറിയ പച്ചമുളകായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ എനിക്ക് ഈ ചെറിയ പച്ചമുളക് കിട്ടാത്തതിൻ്റെ വലിയ പച്ചമുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്, വളരെ നിസ്സാരമായിട്ട് രസകരമായൊരു പരിപാടിയാണിത്. നമുക്ക് അടുത്തൊരു പാൻ വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിനകത്ത് ശകലം കുറച്ച് തേങ്ങ എണ്ണ ഒഴിച്ചത്, വെളിച്ചെണ്ണ തന്നെ ഒഴിപ്പിച്ചിട്ടുള്ളത്. അതിച്ചിരി കടുക് ഇട്ടിട്ട് പൊട്ടിച്ച് നേരത്തെ അരിഞ്ഞു വെച്ചത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത് ശകലം ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് അതിനെ 2ആയിട്ട് മുറിച്ചങ്ങിട്ട് സാധാ ചെയ്യുന്നത് പോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ അവസാനം കടുക് തളിച്ചിട്ട് നമുക്ക് തോരനാക്കുന്നതിന് മുന്നേ തന്നെ കടുക് തളിച്ചിട്ട് ഇടാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് തന്നെ ചെയ്തത്. കാരണം സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് ആ ഒഴിച്ചിരുന്ന എണ്ണ ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റുമെന്ന് നോക്കട്ടെ. എന്നതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം, ഒന്ന് വാടട്ടെ. അപ്പോൾ അങ്ങനെ ഒന്ന് വാടി സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്തായാലും നമ്മളെ മെഴുക്ക് പുരട്ടിയല്ലോ, നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തോരനാണല്ലോ. അപ്പോൾ അതിന് കുറച്ച് തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലെന്നേ, നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, ഒരു ശകലം മഞ്ഞപ്പൊടിയേ, അതുപോലെ ശകലം ജീരകം, ഒരുപാട് ജീരകമാവരുത്, എങ്കിൽ പിന്നെ ടേസ്റ്റ് മാറി ആകെ കുളമാവും. ഒരു 4-5 പീസ് വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളിയാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിലൂടെ തന്നെ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയുടെ കുറച്ച് ഭാഗം ഞാൻ ഇതിനകത്തൂടെ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ചെറുതായിട്ട് മിക്സിയിലിട്ട് ഒരു അടി അടിച്ചെടുത്താൽ മതി. ഇനി ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേനപ്പൂലോട്ട് അങ്ങോട്ട് തട്ടുക. നല്ല രസകരമായിട്ടുള്ള കളറല്ലേ, നല്ല മഞ്ഞ കളർ. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ആർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പ് പാകത്തിന്, കൂടിയ പണി വാളും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ പറ്റുന്ന രീതിയിൽ ഉപ്പ് ക്ലിയർ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. കൊന്നാ പാവം തിന്നാ തീരുമെന്നാണ്. അപ്പോൾ ഇതിന് എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിക്കണം. അപ്പോൾ ചേനപ്പൂ തോരനാണ് ബേസ്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് ഒരു മീൻ തലയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും പൊരിച്ച മീനും ഈ കറിയും കൂടെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒരു പിടി പിടിച്ചാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇത് കഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കിട്ടുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇനി എന്തായാലും ആരെയും കൊതിപ്പിക്കാൻ ഉദ്ദേശമില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു.